ഇന്നിപ്പോൾ പാലിയേറ്റീവ് കെയറിൻ്റെ ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത് സീരിയസ് ഹെൽത്ത് റിലേറ്റഡ് സഫറിങ് ഉള്ള ഏതൊരു വ്യക്തിക്കും അയാളുടെ കുടുംബത്തിനും എന്താ സംഭവിക്കുന്നത്, ക്യാൻസറാന്നുള്ള ഡയഗ്നോസ് കിട്ടുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ക്രോണിക് കിഡ്നി ഡിസീസ് CKD ആണെന്ന ഡയഗ്നോസ് കിട്ടുമ്പോൾ എന്താ സംഭവിക്കുന്നത്, അയാളുടെ ക്വാളിറ്റി ഓഫ് ലൈഫ്, ജീവിത ഗുണനിലവാരം താഴ്ന്നു പോകുന്നു. ആ വ്യക്തിയുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് മാത്രമല്ല, ആ കുടുംബത്തിൻ്റെ മുഴുവനും ക്വാളിറ്റി ഓഫ് ലൈഫ് താഴ്ന്നു പോകുന്നു. പാലിയേറ്റീവ് കെയറിൻ്റെ ഉത്തരവാദിത്വം താഴ്ന്നുപോയ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാൻ ആ രോഗിക്കും അയാളുടെ കുടുംബത്തിൻ്റെയും കൂടെ നടക്കുന്ന സഹയാത്രയാണ്. ആ സഹയാത്രയുടെ പേരാണ് പാലിയേറ്റീവ് കെയർ. അപ്പോൾ ആ സഹയാത്രയിൽ ഡോക്ടർ ഉണ്ടാവണം, ആ സഹയാത്രയിൽ നേഴ്സ് ഉണ്ടാവണം, ആ സഹയാത്രയിൽ മെഡിക്കൽ പ്രൊഫഷണലുകൾ ഉണ്ടാവണം, ആ സഹയാത്രയിൽ എൻ്റെ സുഹൃത്തുണ്ടാവണം, ആ സഹയാത്രയിൽ എൻ്റെ ബന്ധുക്കൾ ഉണ്ടാകണം, ആ സഹയാത്രയിൽ എൻ്റെ അയൽപ്പക്കം ഉണ്ടാകണം, ആ സഹയാത്രയിൽ എൻ്റെ പ്രാദേശിക സമൂഹം ഉണ്ടാകണം. ഇതിനെല്ലാം ഒരുമിച്ച് ചേർത്തുകൊണ്ടാണ് പാലിയേറ്റീവ് കെയർ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത്.